ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ 2 ആഴ്ച മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടത്. രാവിലെ അപ്പോൾ ദോശയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് പിന്നെ എന്നിട്ട് വേണം നമുക്ക് കൽപ്പറ്റ പോകാനായിട്ട് കേട്ടോ. അപ്പോൾ എന്നപ്പോൾ ദോശ നമ്മൾ ദോശയൊക്കെ ചുടുമ്പോൾ കറക്റ്റായിട്ട് എപ്പോഴും വരും കേട്ടോ. അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ദോശക്കൊക്കെ ഒരു ശരിയാവാനും കുറച്ച് മടി കേട്ടോ. അപ്പോൾ അങ്ങനെ ദോശയൊക്കെ പാർന്ന് ഒക്കെ പകുതിയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ വാങ്ങിച്ച മീൻ കറി കുറച്ച് ഉണ്ടായിരുന്നു, അതും പിന്നെ കുറച്ച് സോയാബീനും ഒക്കെ ഉണ്ടാക്കി മക്കൾക്കൊക്കെ കൊടുത്തു വിട്ടു. അപ്പോൾ ഞങ്ങൾക്ക് 9:30-10 മണിയാകുമ്പോഴേക്കിന് പോകണം കേട്ടോ. അപ്പം അതിനുള്ള റെഡി ആവലാണ്. അപ്പം ഞാനും മോളും കുട്ടിയും കൂടെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ എനിക്ക് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ റെഡി ആയി വന്നപ്പോൾ പിന്നെ 9:30 നല്ല കേട്ടോ, 10 മണി 10ൻ്റെ മേലായിട്ടുണ്ട്. മേലൊക്കെ കയറി പോവുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ മീനാക്ഷി ടൗണിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് വിശക്കൽ തുടങ്ങിയിരിക്കുന്നു കേട്ടോ. ഞാൻ രാവിലെ ദോശ ഉണ്ടാക്കുമ്പോൾ 2 കഴിച്ചതാണ്. പിന്നെ യാത്ര പോകുമ്പോൾ എനിക്കങ്ങനെ കഴിക്കാൻ പറ്റില്ല, അപ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മീനാക്ഷി ടൗണിലെത്തിയപ്പോൾ തന്നെ ഞാൻ മോളോട് പറയും കേട്ടോ, എന്തൊക്കെയോ തിന്നാൻ തോന്നുന്നുണ്ട് കേട്ടോ കുട്ടിയെന്നൊക്കെ. പക്ഷെ എൻ്റെ ചെറിയ കുട്ടി പോലും ഒന്നും ചോദിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ബേക്കറി കയറി രാവിലെ മിൽക്കും ഒക്കെ കഴിച്ചിട്ട് അങ്ങനെ തുണിയെടുക്കാൻ പോവാണ് കേട്ടോ. ഇവിടെ ഒരു പഴയ സിനിമ തിയേറ്റർ ഉണ്ട് കേട്ടോ. അതിൻ്റെ ബാക്കിലാണ് ഈ തുണി കൊടുക്കുന്ന സ്ഥലം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ 4700 രൂപയ്ക്കാണ് കേട്ടോ തുണി എടുത്തത്. പിന്നെ സിബും നൂലും ലേസും നൈറ്റി 28 പീസും അങ്ങനെ 4700 രൂപയ്ക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ വിറ്റ് പൈസ കിട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഒരു 10-14 തുണിയുള്ളൂ സെയിലായിട്ട്. അപ്പോൾ കുറച്ച് ആ പൈസ ഉണ്ടായിരുന്നു, ബാക്കി ഒരു 5000 രൂപ മൂപ്പർ തന്നും ചെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ തുണി എടുക്കാൻ പോയി. വലിയ തുണി ആൾക്കാർ ചോദിക്കുന്ന കാരണം അപ്പോൾ അവരൊന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ വേണ്ട. അതുകൊണ്ട് ഞങ്ങൾ 6700 രൂപയ്ക്ക് ഇപ്രാവശ്യം തുണി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വലിയ തുണിയാണ് അധികം എടുത്തിട്ടുള്ളത്. വലിയ പ്രിൻ്റുള്ള തുണി വേണമെന്ന് പറഞ്ഞുകൊണ്ട് അത് 2-3 പീസും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ 6700 രൂപയ്ക്കാണ് ഇപ്രാവശ്യം തുണി എടുത്തിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ പിന്നെ ഉമ്മൻ്റെ ഏടത്തിൻ്റെ മോള് ഒരു 3 എടുത്തു, നാത്തൂന് ഒരു 3 എടുത്തു, പിന്നെ ഉമ്മയും ഒക്കെ ആയിട്ട് ഒരു 8-9 പീസ് അവർ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കുടുംബത്തേക്കാണ് 9 പീസും സെയിലായിട്ടുള്ളത്. അപ്പോൾ ഈ തുണി വലിയ പ്രിൻ്റുള്ള തുണിയാണ് കേട്ടോ. ചുരിദാർ ടോപ്പ് തയ്ക്കാൻ വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതാണ് ഈ 4 കളർ ഉണ്ടായിരുന്നു. ഫസ്റ്റ് 2 കളർ കൊണ്ടതും ഇതും, പിന്നെ കുറച്ച് ഷോ ബട്ടണും വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ 2-3 നൂലും, ഇത്രയേ വാങ്ങിച്ചിട്ടുള്ളൂ. പ്രാവശ്യം തുണിയാണ് അധികം എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടുതൽ തന്നെ വലിയ നല്ല കുഴഞ്ഞ് നിൽക്കുന്ന തുണി, അതിന് പേരെന്തുകൊണ്ട് ഞാൻ മറന്നുപോയി കേട്ടോ. അത് തുണി നല്ല റേറ്റാണ്. അപ്പോൾ ആ തുണി കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 3 പീസ് എടുത്തിട്ടുണ്ടായിരുന്നു. 3 പീസും ചിലവായിട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ കുടുംബത്തിൽ എടുത്തു വെച്ച നൈറ്റിയും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ മെല്ലെ തയ്ച്ചു കൊടുത്താൽ മതി, അർജൻറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്നത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.